ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വൻപയറും മാങ്ങയും വെച്ചിട്ട് പച്ചമാങ്ങയും വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. 2 പിടിയോളം വൻപയർ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുതിർത്തിട്ടല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 വിസിലൊക്കെ കേൾപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതൊന്ന് വിസിൽ വരട്ടെ. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി, നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർക്കാൻ. ഞാൻ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഒന്ന് ലെവൽ ചെയ്ത് ചേർക്കുക. ഇങ്ങനെ ഒരുപാട് കുമിച്ചെടുക്കരുത്. ലെവൽ ചെയ്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുക. എന്നിട്ട് ഞാനൊരു ചെറിയ കഷ്ണം സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഒരു 5-6 ചെറിയുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. മല്ലിപ്പൊടി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ ചേർത്തതിന് ശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. 1 ടീസ്പൂൺ ലെവൽ ചെയ്ത് ചേർക്കാം. മല്ലിപ്പൊടിയുടെ അളവ് കൂടരുത് കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ളതാണ്, അതുകൊണ്ട് 1 ചേർത്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. ഇതെല്ലാം ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരു മീഡിയം ടൈപ്പ് 1 മാങ്ങ, അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. 1 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പുളി കുറവാണെങ്കിൽ 1.5 മാങ്ങയൊക്കെ എടുക്കാം. മാങ്ങയുടെ പുളിക്കനുസരിച്ച്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1 മാങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോൾ മാങ്ങ ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് മാങ്ങ ഒന്നും അങ്ങ് ഉടഞ്ഞു പോകരുത്, എന്നാൽ നന്നായി വേവുകയും വേണം. ആ ഒരു പരുവം. പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അത്യാവശ്യം നമ്മുടെ പയറും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു 1.5 പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അരപ്പ് വേണ്ടാത്തവർക്ക് 1 പിടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 പിടിയോളം എടുത്തിട്ടുണ്ട്. ഒരു 3 ചെറിയുള്ളി, 2 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ചെറിയുള്ളി ആണെങ്കിൽ ഒരു 1-2 ഒക്കെ ആയാലും മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്. 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അളവ് കൂടരുത്. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി സ്വല്പം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. നല്ല പോലെ അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ചുകൂടി വെള്ളം കുറവാണെങ്കിൽ, ഇപ്പോൾ വെള്ളം കുറവായിരുന്നു, ഞാൻ ഒരിത്തിരി ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ. മല്ലിപ്പൊടി നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. എന്നിട്ട് മാത്രമേ അരപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. മാങ്ങ ചേർത്തതിന് ശേഷമാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്തത്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ശരിക്കും നമുക്ക് പൊടികളെല്ലാം ചേർത്ത് മാങ്ങയെല്ലാം ചേർത്തിട്ട് കുക്കറിൽ വിസിലടുപ്പിച്ചാൽ മതി. പക്ഷേ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഒരുപാട് വെന്തുടയാത്ത മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ എന്നാലും മാങ്ങ ഒരുപാട് ഉടഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അരപ്പാനകത്തേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് തിക്കാക്കി വെക്കരുത്, കാരണം ഇരിക്കുമ്പം കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഒരുപാട് ഇട്ടങ്ങ് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി കേട്ടോ. നല്ല പുളിയൊക്കെ ഉണ്ട് അത്യാവശ്യം മാങ്ങയ്ക്ക് പുളി ഉണ്ടാവണം, അപ്പോഴാണ് ഇതിന് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകി ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
ഇത്തിരി കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, കാരണം ഇത് കുറുകി വരുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കായി പോകും. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു അര ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക, വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഒന്ന് തിളച്ചോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്താൽ മതി, ഒരുപാടിട്ട് വെട്ടി തിളപ്പിക്കേണ്ട. അപ്പോൾ ഇത് മതിയാവും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, ചട്ടി ആയതുകൊണ്ട് തന്നെ ഒന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യുക. ഇനി ഒരു പാൻ വയ്ക്കുക, എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച്, കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുത്തു. എന്നിട്ട് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയുള്ളി, ഒരു 4-5 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ശരിക്കും, നമ്മുടെ ആ ഒരു മാങ്ങയിട്ട മീൻകറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കറിയിലേക്ക് നമ്മൾ താളിച്ച് കൊടുത്തു, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. എത്രത്തോളം തിക്കാക്കുന്നോ അത് ഇരിക്കുമ്പോൾ അതുപോലെ തിക്കാവും. ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം എന്താ ഈ ഒരു പരുവത്തിലായിക്കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടെ ഒന്ന് തിക്കാവും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മാങ്ങാക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എല്ലാ മാങ്ങ റെസിപ്പീസാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ആയിരിക്കും കൂടുതലും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുക. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പച്ചമാങ്ങ റെസിപ്പീസ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് മാങ്ങാക്കാലത്തല്ലേ ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞ പോലെ പച്ചമാങ്ങ റെസിപ്പീസ് ഒരുപാട് ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. വ്യത്യസ്തമായ ഒരുപാട് മാങ്ങ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വൻപയർ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. വെജിറ്റേറിയൻ റെസിപ്പീസാണ് നമ്മൾ കൂടുതലും ചാനലിൽ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കൂടി ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോസൊക്കെ കാണുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം വ്യത്യസ്തമായ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ